ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഈ നെയ്യ് ഇവിടുന്ന് ചൂടായി വരുമ്പം ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കഴുകി എടുത്തിട്ടുള്ള പരിപ്പാണ്. അത് നമുക്ക് ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ പരിപ്പൊന്ന് ഇളക്കി കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്ത എള്ളില്ലെങ്കിൽ അതിന് പകരം കറുത്ത എള്ള് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം പരിപ്പും എള്ളും ഇവിടുന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ബൗളിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടത് തേങ്ങയാണ്. ഇതേ പാനിലേക്ക് തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് ഇളക്കി കൊടുത്ത് വേണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പോൾ തേങ്ങ ഇവിടുന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ തേങ്ങ നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടുന്നത് ശർക്കര ലായനിയാണ്. അതിനായി ഞാനിപ്പോൾ 1 കപ്പ് ശർക്കര എന്ന് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ ശർക്കര എടുത്ത അതേ അളവിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇളക്കി കൊടുത്ത് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ശർക്കരയിൽ മണ്ണും പൊടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിവിടെ ഡയറക്റ്റായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മണ്ണും പൊടിയൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം നമുക്കിത് ഈ അരിപ്പൊടിയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് അളവാണ്. 1 കപ്പ് വെള്ളം നമുക്കിവിടെ കറക്റ്റാണ്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പം ഒരുപാട് കട്ടിയാണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്കിതിവിടെ ഈ ഒരു പരുവത്തിനാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതായിട്ട് ഞാനിപ്പോൾ വാഴയില ഒന്ന് വാട്ടി കീറി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കിത് കുറേശ്ശായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. എല്ലാം നമ്മളിപ്പം ഇവിടെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഈ ഒരു തട്ടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 25 മിനിറ്റ് ആവിയിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാൻ. അങ്ങനെ അരിപ്പൊടിയും പരിപ്പൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.